ചാറ്റ് വിത്ത് ഡോക്ടർ ഷെഫീഖ്. നമസ്കാരം. നമ്മൾ പുതിയൊരു എപ്പിസോഡ് ഇന്ന് ചെയ്യാണ്. അപ്പോ ഇന്നത്തെ ചോദ്യം, ഈ ചില കുട്ടികളൊക്കെ പ്രസവ സമയത്ത് അവരുടെ കയ്യിന് സ്വാധീനക്കുറവ് സ്കാനിങ്ങിലൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കാലിനോ കൈയിനൊക്കെ സ്വാധീനക്കുറവ് പിന്നീട് കണ്ടെത്തുന്നത്, അതിനെ കുറിച്ചിട്ട് ഡോക്ടർക്ക് എന്താണ് ഈ പാരന്റ്സിനോട് കൊടുക്കാനുള്ള അഭിപ്രായം? നമ്മുടെ സ്കാനുകൾ ചെയ്യുന്നത് ഇപ്പോൾ ഗർഭസ്ഥ സമയത്തിൽ ചെയ്യുന്ന സ്കാനുകൾ അധികവും ചെയ്യുന്നത് വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഈ മൂവ്മെൻറ്റ്സ്, അതായത് കുട്ടിയുടെ കാല് വൈകല്യങ്ങൾ, കൈയിൻ്റെ വൈകല്യങ്ങൾ, ഇപ്പോൾ വിരലുകളില്ലാത്തതും ഒരു കൈ ഇല്ലാത്തതും സ്കാനിലൂടെ കണ്ടെത്തിയെന്ന് വരും. കൈയിൻ്റെ ചലനങ്ങൾ അറിയണമെങ്കിൽ കുട്ടി അധികം പുറത്ത് വന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് ബർത്ത് ട്രോമ, ഇപ്പോൾ കുട്ടിയുടെ വലിപ്പം ഗർഭാശയത്തിൽ കുട്ടി ഒരു 3.4 kg മുകളിലുണ്ടെങ്കിൽ കുട്ടി വെയിറ്റ് കൂടിയ സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ട്രോമകളുണ്ടാവും, ബർത്ത് ട്രോമ ഉണ്ടാവുക. ആ ട്രോമ അതിലൊന്നാണ് എർസ് പാൾസി. എർസ് പാൾസി എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ചിരിക്കും, കുട്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കും. അത് ഇവിടെ എല്ലാം ഒരു നരമ്പുണ്ട്, റേഡിയൽ നെർവ്. ആ റേഡിയൽ നെർവ് ഇഞ്ചുറി വന്നിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടി ഈ കൈയെല്ലാം ഇട്ട് ഇങ്ങനെ അനക്കും, ഇത് മാത്രം സൈഡിലോട്ട് പിടിച്ചിരിക്കും. ഈ ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സ ജനിച്ച സമയത്ത് കാണും. അത് രണ്ട് രീതിയിലാണ് അതിൻ്റെ നെർവ് ഇഞ്ചുറിയാണ്. ഒന്ന് നരമ്പ് പൊട്ടിയതും നരമ്പിന് ക്ഷതം വന്നതും. നരമ്പ് പൊട്ടിയത് പെർമനൻറ്റ് ഡിസബിലിറ്റി, അത് പിന്നെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അധികം കാണുന്നത്, നമ്മളെ കൂട്ടത്തിൽ കുട്ടികളിൽ അധികം കാണുന്നത് നരമ്പിനുണ്ടാകുന്ന ക്ഷതമാണ്. പ്രസവത്തിൽ അങ്ങനെ വല്ല അശ്രദ്ധയിലോ വല്ലതും സംഭവിക്കുക, അല്ല വീട്ടിലെ പ്രസവം അങ്ങനെയൊക്കെ, അത് ഹോസ്പിറ്റൽ അങ്ങനെ വല്ലോ ഇഞ്ചുറീസ്? നമ്മുടെ ഒരു പ്രസവിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ചെയ്യുന്നത് പ്രസവിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അത് സ്കാനിലൂടെ തന്നെ അറിയാൻ പറ്റും. ഒരു ആരോപണം പേപ്പറിൽ കണ്ടിട്ടുള്ള ആരോപണമാണ്, ഡോക്ടർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ സഹവിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. പേപ്പറിലും പലവട്ടം അങ്ങനെ കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ തലകൊട്ടിയിലെ ഷേപ്പ് മാറി, അല്ലെങ്കിൽ കയ്യിന് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഈ ഏതൊരു ടെസ്റ്റും, ആരോപണത്തിനോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഏതൊരു ടെസ്റ്റും ഇപ്പോൾ ഏതൊരു സ്കാൻ ചെയ്യുന്ന റേഡിയോളജിസ്റ്റുകൾ സ്കാൻ ചെയ്യുന്നത് നമ്മൾ കുട്ടികളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളിലിരിക്കുന്ന കുട്ടീനെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് 100% സെൻസിറ്റിവിറ്റി എന്ന് ഒരു ടെസ്റ്റിനും പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റും, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും സ്കാൻ ചെയ്യുന്നതും റേഡിയോളജി 100% സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. പിന്നെ അത് സ്കാൻ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ എക്സ്പേർട്ട് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വൈകല്യങ്ങൾ, ഇപ്പോൾ കുറേ എല്ലാ വൈകല്യങ്ങളും സ്കാനിലൂടെ കാണുന്നില്ല. അത് പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഒബ്സ്റ്ററ്റിക് സ്കാൻ എന്ന് പറയും, HROB എന്നുള്ള സ്കാൻ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേ വൈകല്യങ്ങൾ കാണാം. ഇന്ന് പുതിയ ടെക്നോളജീസ് ഉണ്ട്, 3D സ്കാനിങ്. കുട്ടീനെ ഇപ്പോൾ 3D ആയിട്ട് തന്നെ നമ്മൾ സ്കാനിൽ കാണാൻ പറ്റും. അങ്ങനത്തെ പുതിയ ടെക്നോളജീസ് ഉണ്ട്. അതും അതിൻ്റെതായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം 100% പെർഫെക്റ്റ് അല്ല. സ്കാനിലൂടെ കണ്ടുപിടിച്ച് കുട്ടിയുടെ യഥാർത്ഥ വൈകല്യങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് പറയാണ്. പരമാവധി ഒരു ഡോക്ടർ അതെല്ലാം നോക്കുന്നുണ്ട്. കുറെ ആളുകൾ സ്കാനിങ് ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല, അതെന്തായാലും അങ്ങനെയൊക്കെ ഒരു പൊതുവായിട്ട് പറയുന്നുണ്ട്. കുട്ടികളുടെ കൈയും കാലൊക്കെ അതിന് ശേഷമാണ് സ്വാധീനക്കുറവ് വ്യത്യാസമൊക്കെ പറയാറ്. അപ്പോ അങ്ങനെയുള്ള രക്ഷിതാക്കളോട് എന്താണ് അഡ്വൈസ് ചെയ്യാറ്? അത് ഒരു ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഗർഭിണിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ആഴ്ച ആകുമ്പോഴാണ് UPT പോസിറ്റീവ് എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സൈക്കിൾ മിസ്സായിട്ട് അടുത്ത സൈക്കിൾ നോക്കുന്ന സമയത്താണ് UPT പോസിറ്റീവ് എന്നറിയാം. UPT പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുന്ന എന്തിനാ? ഈ അണ്ടം അല്ലെങ്കിൽ അണ്ടം ബീജവും കൂടെ ചേർന്നിരിക്കുന്ന എംബ്രിയോ ഇരിക്കുന്ന സ്ഥലം ആദ്യം അറിയണം. ഈ ഇരിക്കുന്ന സ്ഥലം ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണോ, അതോ സ്ത്രീയുടെ അണ്ടാശയത്തിൻ്റെ തൊട്ടടുത്താണോ, ട്യൂബിലാണോ അറിയണം. അതിനാണ് ആദ്യത്തെ സ്കാൻ. ഈ സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി, അതായത് ട്യൂബിലുള്ള പ്രഗ്നൻസി ആണ്, അല്ലെങ്കിൽ അണ്ടാശയത്തിൻ്റെ അടുത്തുള്ള എക്ടോപിക് എന്ന് പറഞ്ഞ പ്രഗ്നൻസി ആണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രഗ്നൻസി ആണെങ്കിൽ ഇപ്പോൾ ഇത് അവിടെ കടന്ന് വളരുമ്പോൾ പെട്ടെന്ന് ആ ട്യൂബ് പൊട്ടിയിട്ട് അമ്മയ്ക്ക് BP കുറഞ്ഞ് പെട്ടെന്ന് മരണം സംഭവിക്കാം. ഇത്രയും വലിയ പ്രത്യേകത ഉണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് 6 ആഴ്ചയിൽ ഫസ്റ്റ് സ്കാൻ ചെയ്യണം. ഈ സ്കാൻ ചെയ്ത് ഇനി ചെയ്യേണ്ട സ്കാന്
കുട്ടിയുടെ വൈകല്യങ്ങൾ നോക്കുന്ന സ്കാനാണ്. അത് സ്കാൻ ചെയ്ത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ആ ടൈമിലാണ് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഏകദേശം കുട്ടിയുടെ കൈ വളർച്ചയും കാല് വളർച്ചയും തല ശരിയാവുന്ന സമയത്ത് തലയുടെ മുഖവും നമുക്കെല്ലാം അറിയാൻ പറ്റും ആ സമയത്ത്. ഇപ്പോൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സ്കാൻ ചെയ്ത ഏകദേശം വൈകല്യങ്ങൾ നോക്കാൻ അനോമലി സ്കാൻ എന്ന് പറയുന്ന സ്കാനാണ്. അത് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വൈകല്യങ്ങളുണ്ട്. ഇപ്പോൾ അനൻകഫാലി, തലയുടെ ഓട്, തല ചെറുതായിരിക്കുക, തലച്ചോറില്ലാത്ത കുട്ടി ഇരിക്കുന്ന കുട്ടീനെ നമ്മൾ ജനിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് ഇപ്പോൾ ഒന്നെങ്കിൽ മരണം സംഭവിക്കും ജനിക്കുന്ന സമയത്ത് തന്നെ, അതല്ല കുട്ടിക്ക് ഭയങ്കര വൈകല്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് MTP ആക്ട്, നമ്മൾ പ്രഗ്നൻസി ടെർമിനേഷനിൽ ആക്ടിൽ കുറച്ചൊരു നമുക്ക് റെസ്പോണ്ട് എന്തിനാണ് ടെർമിനേറ്റ് ചെയ്യുന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി നമുക്ക് അവിടെ കൊടുക്കും. ഇത് വൈകല്യങ്ങൾ നോക്കാനാണ് രണ്ടാമത്തെ സ്കാൻ. മൂന്നാമത്തെ സ്കാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ. കുട്ടി നേരെയാണോ ഇരിക്കുന്നത്, തല താഴെയാണോ, വയറ് മുകളിലാണോ, അതോ കുട്ടിയുടെ ഉടൽ തിരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, ചെരിഞ്ഞിട്ടായിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി. അത് ഗൈനക്കോളജിസ്റ്റ് വളരെ സഹായമാണ്. ഡെലിവറി സമയത്ത് ഈ തല താഴെ അല്ലെങ്കിൽ തിരിക്കണം, അല്ലെങ്കിൽ മുകളിലാണ് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിന് ഡെലിവറി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആദ്യം ഉടലാണ് വരിക, നമ്മുടെ ബട്ടക്സ് ആദ്യം വരും. അപ്പോൾ അത് എടുക്കുന്ന രീതിയിൽ ഒരു എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റിനെ അവിടെ വേണം. ചിലപ്പോൾ അത് ഇല്ലാതെ സിസേറിയനിലോട്ട് പോകേണ്ടി വരും. പിന്നെ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ മിടുപ്പിൽ മാറ്റങ്ങൾ വരാം. മിടുപ്പ് ഭയങ്കര സ്ട്രെസ്ഫുൾ സമയമാണ് ഈ പ്രസവം എന്ന് പറയുന്ന സമയം. ആ കുട്ടിയുടെ മിടുപ്പ് വ്യത്യാസം വന്ന് മിടുപ്പ് കുറഞ്ഞ് കുട്ടിയുടെ മരണത്തിൽ വരാല്ല. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ സഹായം വേണം, ഒരു ഗൈനക്കോളജിസ്റ്റ് സഹായം വേണം, റേഡിയോളജിസ്റ്റ് സഹായം വേണം. ഉണ്ട്. പ്രസവിക്കുന്ന സമയത്ത് ബർത്ത് ട്രോമ എന്ന് പറയുന്ന സമയത്ത് നരമ്പിന് ശതങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എർസ്പാൾസി ഉണ്ടാവാം. ആ എർസ്പാൾസി ഉണ്ടാവാം തടി കൂടിയ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഈ എർസ്പാൾസി അത്ര ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നരമ്പിന് ശതങ്ങളാണ്. ഈ ശതങ്ങളാണ് ഫിസിയോതെറാപ്പി ചെയ്താൽ ബെറ്റർ ആവുന്നേ ഉള്ളൂ. അതൊരു 6 to 8 months, 8 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ അത് റെഡി ആവുന്നേ ഉള്ളൂ. അത് നരമ്പിനുണ്ടായ ശതം അത് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ശതത്തിന് റീജനറേറ്റ് ചെയ്യാം. അതിന് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം എടുക്കാം. അതിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ഇത് ശരിയായിട്ടില്ലെങ്കിൽ മാത്രം എല്ലാ ഡോക്ടർ സഹായം എടുത്തില്ല അതിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിയും ചെയ്യാതെ കുട്ടിയുടെ കൈ അതുപോലെ തന്നെ വെച്ചാൽ അവിടെ നമ്മുടെ കൈയിൻ്റെ മസിലുകൾ ഫൈബ്രോസ്ഡ് ആയി മാറും. ഫൈബ്രോസ്ഡ് പറഞ്ഞാൽ ബലം വെക്കും. അത് ഉപയോഗിക്കാതിരുന്നു ഉപയോഗിക്കാതെ ഫൈബ്രോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ, ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നരമ്പിൻ്റെ ശതം മാത്രമല്ല ഉണ്ടാക്കുന്ന, ഫിസിയോതെറാപ്പി ചെയ്യാതെ മസിലിൻ്റെ ശതം കൂടി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ 2 ഡബിൾ ഇതിൽ വരുമ്പോൾ കുട്ടിയുടെ കൈ അനക്കാത്ത അവസ്ഥ വരും. തീർച്ചയായിട്ടും അതിൻ്റെതായ ഡോക്ടറെ കണ്ട് കറക്റ്റ് കൺസൾട്ടിങ് ചെയ്ത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് വലുതാകുമ്പോൾ വലിയ പ്രശ്നമായി മാറും. അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയാലുക്കളാവണം രക്ഷിതാക്കൾ എന്ന് തന്നെയാണ് ഡോക്ടർക്ക് പറയാനുള്ള അഡ്വൈസ്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.